മറ്റൊരു ക്രൂര സംഭവത്തിൽ ഒപ്പം താമസിക്കുന്ന യുവതിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തെറിയുകയും അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. താമരക്കുളം കിഴക്കുമുറി കാവുങ്കൽ തറയിൽ സജുഭവനം ശ്യാംകുമാറിനെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരിക്ക് അടിമയായ പ്രതിയുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ സംസ്ഥാനത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്യാംകുമാറിന്റെ ക്രൂരമായ ആക്രമണത്തിന്റെ വിവരങ്ങൾ യുവതി പോലീസിന് നൽകിയ മൊഴിയിലൂടെയാണ് പുറത്തു വന്നത്. ലഹരിക്ക് അടിമയായ ശ്യാംകുമാർ യുവതിയുമായി വഴക്കെടുക്കുകയും തുടർന്ന് അവരെ ആക്രമിക്കുകയുമായിരുന്നു. യുവതിയെ മർദ്ദിച്ചതിന് ശേഷം ഇയാൾ ഇവരുടെ തലയിൽ ചവിട്ടുകയും ചെയ്തു. എന്നാൽ ഈ ക്രൂരത അവിടെ അവസാനിച്ചില്ല. യുവതിയുടെ മടിയിൽ ഇരിക്കുകയായിരുന്ന വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ച് ബാലികയെ ഇയാൾ എടുത്ത് ദൂരേക്ക് എറിയുകയായിരുന്നു. പിഞ്ച് കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ ക്രൂരതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും വിധം കുഞ്ഞിന്റെ കവളിൽ കുത്തിപ്പിടിച്ച് കൈവിരലുകൾ വായിലേക്ക് തള്ളിയിറക്കി പീഡിപ്പിച്ചതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ യുവതിക്ക് ശ്യാംകുമാറിനൊപ്പം താമസിക്കുന്ന ബന്ധത്തിൽ 4 വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട്. ഇയാളുടെ ക്രൂരത ഈ മകനോടും ഉണ്ടായിരുന്നുവെന്നും ശ്യാംകുമാർ തന്റെ 4 വയസ്സുള്ള മകനെയും നിരന്തരമായി മർദ്ദിച്ചിരുന്നതായും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരുമിച്ച് താമസിച്ചിരുന്ന യുവതിയെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒരുപോലെ ഉപദ്രവിക്കുകയും പ്രത്യേകിച്ച് 2 വയസ്സുള്ള കുട്ടിയോട് കൊടും ക്രൂരത കാണിക്കുകയും ചെയ്ത സംഭവം നാട്ടുകാരിലും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അറസ്റ്റിലായ ശ്യാംകുമാർ. ഇയാൾക്കെതിരെ നിലവിൽ നരഹത്യാ ശ്രമം ഉൾപ്പെടെ 2 കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. ലഹരിക്ക് അടിമയായ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം നടത്തിയ അതിക്രമത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. നൂറനാട് SI K അജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ശ്യാംകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലഹരി ഉപയോഗത്തെ തുടർന്ന് വ്യക്തിഗത ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന തകർച്ചയുടെയും അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ ആഘാതത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. 2 വയസ്സുള്ള കുഞ്ഞിനോട് അതിക്രമം പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാനും സാധ്യതയുണ്ട്. യുവതിയുടെയും കുട്ടികളുടെയും മൊഴിയെടുക്കുന്നതിലും വൈദ്യപരിശോധനകളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഈ സംഭവത്തിന് ശേഷം യുവതിക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകേണ്ടതും അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് സ്വീകരിച്ച നടപടി പൊതുസമൂഹത്തിന്റെ പ്രശംസ നേടിയിട്ടുണ്ട്. ലഹരി ഉപയോഗം ഒരു സാമൂഹ്യ വിപത്തായി മാറുന്നതിന്റെ ഭീകരമായ ഒരു ചിത്രമാണ് ഈ സംഭവം നൽകുന്നത്.